السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا وحبيبنا ومعشوقنا ومحبوبنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രശസ്ത പണ്ഡിതനും സൂഫിവര്യനുമായിരുന്ന ബഹുമാനപ്പെട്ട ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാൽ രചിക്കപ്പെട്ട പ്രശസ്ത പ്രകീർത്തന കാവ്യമായ അല്ലഫുൽ അലിഫിന്റെ അർത്ഥവും വ്യാഖ്യാനവും വിവരിക്കുന്ന തുടർപഠന ക്ലാസിന്റെ 18ാമത്തെ ഭാഗത്തിലാണ് നമ്മളുള്ളത്. ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടുവാനും പഠിക്കുവാനും വേണ്ടി നാം ഒരുമിച്ച് കൂടുന്ന ഇരത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. ഇതിന്റെ കാരണമായി നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലഫുൽ അലിഫിൽ ഇന്ന് നാം പഠിക്കുന്ന വരി അറബി അക്ഷരമാലയിലെ ഖാഫ് എന്ന് തുടങ്ങുന്ന വരിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാഫിൻ ഖിറാ ഖുർബാനി ഖുർബിൻ ഖാബ ഖൗസൈനി ഖറാ قاف والقرآن قولا قائد الأثقال قال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. വളരെ മനോഹരമായ ഒരു വരിയാണ്. ഖാഫ് എന്ന് തുടങ്ങുന്ന അറബി അക്ഷരം കൊണ്ട് ആരംഭിക്കുകയും 13 തവണ ഇതേ അക്ഷരം തന്നെ ഈ വരിയിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു. മഹാനവറുകളുടെ അള്ളാഹു നൽകിയ വലിയൊരു കഴിവ്, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ രചിക്കുവാൻ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. നമുക്കതിന്റെ അർത്ഥത്തിലേക്ക് കടക്കാം. ഖാഫിൻ എന്ന് പറഞ്ഞാൽ ഖഫാ യഖ്ഫു എന്നുള്ള അറബി വാക്കിൽ നിന്നാണ് ഖാഫിൻ അതിന്റെ ഇസ്മു ഫായിലായിട്ട് ഖാഫിൻ തുടരുന്നവരാണ്. ഈ താബിഈൻ എന്നുള്ള അർത്ഥം. അതായത് തുടരെ തുടരെ ഒന്നിനു പുറകെ ഒന്നായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തിന്? ഖിറാ ഖുർബാനി ഖുർബിൻ. ഖിറാ എന്ന് ഖാഫ് കസ്റ കൊണ്ട് ഖിറാ എന്ന് വായിച്ചാൽ ഇവിടെ ബിമാന ളിയാഫത്തി, അതിഥി സൽക്കാരം, വിരുന്ന് സൽക്കാരം. അപ്പൊ വിരുന്ന് സൽക്കാരം ഒന്നേ പിറകെ ഒന്നായി തുടരെ തുടരെയായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ഏതൊക്കെ തരത്തിലുള്ള വിരുന്ന് സൽക്കാരമാണ് ആത്മീയമായ ഖുർബാനി ഖുർബിൻ. ഇവിടെ 2 തരം അതിഥി സൽക്കാരങ്ങളാണ് ഇവിടെ സാഹിത്യ ഭാഷയിൽ മഹാനവറുകൾ വിവരിക്കുന്നത്.
നമ്മൾ സാധാരണ ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കുന്ന അതിഥി സൽക്കാരമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മീയമായ രീതിയിലുള്ള പല മർത്തബകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ് രണ്ടു തരം? ഒന്ന് ഖുർബാൻ, മറ്റൊന്ന് ഖുർബ്. അപ്പൊ ഈ ഖിറ എന്നുള്ള ആ വാക്കിലേക്ക് ഇലാഫത്ത് ചെയ്ത് ചേർത്തിക്കൊണ്ടാണ് ഈ രണ്ട് വാക്കുകൾ. ഈ രണ്ട് വാക്കുകളും ഏതിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്? ഖിറ എന്നുള്ള വാക്കിലേക്ക്. അതായത് അവിടെ അർത്ഥം വെക്കുമ്പോൾ ഖിറ ഖുർബാനിൻ, അതുപോലെ ഖിറ ഖുർബിൻ. ഖുർബും ഖുർബാനുമാവുന്ന രണ്ടു തരം അതിഥി സൽക്കാരങ്ങൾ, വിരുന്ന് സൽക്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. നബി അത് ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഒന്നാമത്തത് ഖുർബാൻ. ഖുർബാൻ എന്ന് പറഞ്ഞാല് വൽ ഖുർബാനു, ഇതിന്റെ വ്യാഖ്യാതാക്കൾ ഇതിൽ കൊടുക്കുന്നു, വൽ ഖുർബാനു മാ യുതഖറബു ബിഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്യപ്പെടുന്ന എല്ലാ നല്ല കാര്യങ്ങളും, എല്ലാ സൽക്കർമ്മങ്ങളും, അതിനെക്കുറിച്ചൊക്കെ ഖുർബാൻ എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റും. അത് നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സ്വതക്കയാവട്ടെ, മറ്റുള്ള പുണ്യകർമ്മങ്ങളാവട്ടെ, ഇൽമു പറയലാവട്ടെ, അങ്ങനെ ഏതാണെങ്കിലും അള്ളാഹുവിലേക്ക് അടുക്കാൻ കാരണമാകുന്ന, അത് ഉദ്ദേശിച്ച് ചെയ്യപ്പെടുന്ന ഏതൊരു സൽക്കർമ്മങ്ങളും ഖുർബാനാകുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം ശാരീരികങ്ങൾ വ്യാഖ്യാതാക്കൾ പറയുന്നു, ഖുർബാൻ എന്നുള്ള വാക്ക് പ്രത്യേകമായി ഉപയോഗിക്കുന്ന ചില അവസരങ്ങളുണ്ട്. ഏതുപോലെ ഹജ്ജ്, അതേപോലെ തന്നെ ഉംറ, അതുപോലത്തെ അവസരങ്ങളിൽ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരപ്പെടുന്ന മൃഗങ്ങൾക്ക് അതിന് ഖുർബാൻ എന്ന് പറയും. സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഖുർബാൻ നൽകി, ഖുർബാൻ അറുത്ത് നൽകി എന്നൊക്കെ. അതേപോലെ തന്നെ ഉദഹിയത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട് കൊണ്ടുവരുന്ന, അതിനുവേണ്ടി മാറ്റിവെക്കപ്പെടുന്ന മൃഗത്തിനും ഖുർബാൻ എന്ന് പറയും. അപ്പൊ അള്ളാന്റെ മാർഗത്തിൽ ഹജ്ജ്, ഉംറ, ഉദഹിയത്തിന്റെ ദിവസങ്ങളിലൊക്കെ ബലിയിറക്കപ്പെടുന്ന മൃഗത്തിന്, അല്ലെങ്കിൽ ആ ബലിയിറക്കുന്ന കർമ്മത്തിന് ഖുർബാൻ നൽകി, ഖുർബാൻ ചെയ്തു എന്നൊക്കെ പറയും. അത് ഇതിന് പ്രത്യേകമായുള്ള ഒരു അർത്ഥമാണ് അറബി ഭാഷയിൽ. നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ ബൈത്തുൽ ഖുർബാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം പറഞ്ഞ അർത്ഥമാണ്. ഇത് വൽ ഖുർബാനു മാ യുതഖറബു ബിഹി ഇലല്ലാഹ്, അത് ഇന്ന ഒരു പ്രവർത്തനം എന്ന് പ്രത്യേകമായില്ല, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉതകുന്ന, അതിന് കരുതിയിട്ട് ചെയ്യുന്ന ഏതൊരു ഇബാദത്തുകളും ഏതൊരു സൽക്കർമ്മങ്ങളും അത് ഖുർബാനാണ്. അപ്പൊ ഇത്തരം അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരുപാട് ഇബാദത്തുകൾ നമുക്കറിയാം. ആയിഷ ബീവിയൊക്കെ പറഞ്ഞല്ലോ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ഒരുപാട് നിന്ന് നിസ്കരിക്കുമായിരുന്നു. നിന്ന് നിസ്കരിച്ച് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുകളിൽ നീര് വന്ന് വീർത്തിരുന്നു. എന്തിനാണ് നബിയെ തങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? തങ്ങൾക്കുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു ഇനി വരുന്നതും ഇനി സംഭവിച്ചിട്ടില്ല എന്നാൽ പോലും എല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല മുൻകൂട്ടി പുറത്തു തന്നല്ലോ, എന്നിട്ടും തങ്ങൾ എന്തിനാണ് എത്ര ബുദ്ധിമുട്ടുന്നത് എന്നൊക്കെ ചോദിച്ച രംഗങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഖുർബാൻ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് ആ ആത്മീയമായ ഒരു അനുഭൂതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. അത് ഒരു തരമുള്ള അതിഥി സൽക്കാരമാണ്. ആത്മീയമായ ഉന്നതിയിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന, മറ്റുള്ളവർക്ക് ലഭിക്കാത്ത, മറ്റുള്ളവർക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു പ്രത്യേകമായ രസമുള്ള, ഒരു ലദ്ദത്തുള്ള ഒരു അനുഭൂതിയാണ് അത്. ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ലഭിക്കുന്ന ആ സാമീപ്യം. മറ്റൊന്ന് ഖുർബിൻ, രണ്ടാമത്തേത്. അപ്പൊ അവിടെ അർത്ഥം വെക്കണം ഖിറാ ഖുർബിൻ. ഒന്നാമത്തേത് ഖിറാ ഖുർബാനിൻ, രണ്ടാമത്തേത് ഖിറാ ഖുർബിൻ. ഖുർബുമാവുന്ന അതിഥി സൽക്കാരവും. ഇവിടെ ഉദ്ദേശിച്ച ഖുർബ് എന്ന് പറഞ്ഞാല് നേരിട്ട് അള്ളാഹുവിലേക്ക് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിലേക്ക് 7 ആകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുൻതഹയും കടന്ന് അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തിയിട്ട് അള്ളാഹുവിന്റെ ആ സാമീപ്യം കരസ്ഥമാക്കിയ ഒരു പ്രത്യേകമായ മഹത്വമുള്ള സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ
ഒരാൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത, ഒരാൾക്കും നേടിയെടുക്കാൻ പറ്റാത്ത എത്രയേറെ മഹത്വമുള്ള, എത്രത്തോളം അള്ളാഹുവിന്റെ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ അനുമതിയില്ല, ചെന്ന് കടക്കാൻ അനുമതിയില്ല. അങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾ പോലും എത്തിപ്പെടാത്ത ഒരു സ്ഥാനത്തേക്ക്, ഒരു സ്ഥലത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചേർന്നു. അതിലേക്കുള്ള സൂചനയാണ് എന്ത് പറഞ്ഞത്, ഖിറാ ഖുർബിൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ സമീപ്യമാവുന്ന ആ വിരുന്നും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസ്വദിച്ചു. ഖുർബിന് പല അർത്ഥങ്ങളുണ്ട്. മഹാന്മാർ ഇതിൽ പറയുന്നുണ്ട്, ഖുർബ് എന്നുള്ളത് സൂഫിയാക്കളുടെ ഭാഷയിൽ, ഔലിയാക്കളുടെ ഭാഷയിൽ അള്ളാഹുവിൽ പൂർണ്ണമായി അടുത്ത്, അള്ളാഹുവിൽ അങ്ങോട്ട് ലയിച്ച് ഫനാ എന്നുള്ള ഒരു മക്കാമിലേക്ക് എത്തും. ഫനാ എന്ന് പറഞ്ഞാല് നമുക്കൊന്നും അത് പെട്ടെന്ന് മനസ്സിലാവുകയില്ല, എന്താണ് ഈ ഫനാ. അതൊക്കെ അനുഭവിച്ചവർക്ക് അറിയും. അതായത് കുല്ലുമൻ അലൈഹ ഫാൻ, ഈ ലോകത്തുള്ള മുഴുവനും നശിക്കുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹു മാത്രമേ ബാക്കിയാവൂ. അപ്പൊ അവരുടെ കണ്ണിൽ എല്ലാം നശിക്കേണ്ടതാണ്. അള്ളാഹു മാത്രമേ അവരുടെ കണ്ണിൽ ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്തും പൂർണ്ണമായി അള്ളാഹു ലയിച്ച് മറ്റുള്ളതൊക്കെ മറന്നുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു വലിയെത്തുമ്പോ അയാൾ ഫനാഇന്റെ മക്കാമിലേക്ക് എത്തി എന്ന് നമുക്ക് ചുരുങ്ങി മനസ്സിലാക്കാം. ഒരുപാട് ആഴത്തിലേക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇതിവിടെ നമ്മുടെ സമയത്തിന് അത് യോജിച്ചതല്ല. അപ്പൊ ഖുർബിന് അങ്ങനെയും മാനമാണ്, അള്ളാഹുലേക്ക് അടുത്ത് അള്ളാഹുവിൽ അങ്ങോട്ട് ലയിച്ച് മറ്റുള്ളതൊക്കെ മറന്നുപോകുന്ന ഒരവസ്ഥ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ ബൈത്തിൽ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും ഖാഫ് കൊണ്ട് തുടങ്ങിയ ഈ ബൈത്തിൽ ഇസ്റാ മിഅ്റാജാണ് പ്രധാനമായും ബഹുമാനപ്പെട്ട ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ നമ്മെ ഉണർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ മനസ്സിലായി എന്ന് മഹാന്മാർ വിവരിക്കുന്നത് തൊട്ടടുത്ത വാക്കിൽ പറയുന്നത് ഖാബ ഖൗസൈനി. ഈ രണ്ടാമത് പറഞ്ഞ ഖുർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ സങ്കല്പിക്കണം, ഐനി ഞാൻ ഉദ്ദേശിച്ചത് ഖാബ ഖൗസൈനി. ഖുർആനിൽ പറഞ്ഞ ആ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അടുത്ത ആ അടുപ്പം എത്രത്തോളമാണ്. ഖാബ ഖൗസൈനി, ഒരു വില്ലിന്റെ രണ്ടറ്റങ്ങളും എത്രമാത്രം അടുത്തിട്ടുണ്ടോ അതുപോലെ, അതായത് കമാലുൽ ഖുർബ്, ഒരു മനുഷ്യന് ലഭിക്കുന്ന അള്ളാഹുവിലേക്കുള്ള ഏറ്റവും അടുപ്പത്തിന്റെ ആ സാമീപ്യത്തിന്റെ അങ്ങേ അറ്റത്തെ, അതിനപ്പുറം പിന്നെ എടുക്കാനില്ല, അങ്ങേ അറ്റത്തെ അടുപ്പം, അതാണ് ഖാബ ഖൗസൈനി എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉദ്ദേശിച്ചത്. സൂറത്തുൻ നജ്മില് അള്ളാഹു പറഞ്ഞല്ലോ, അങ്ങനെ സിദ്റത്തുൽ മുൻതഹയിലെത്തി അതിന്റെ അപ്പുറത്തേക്ക് എത്തി അവസാനം പറയുന്നു കാന ഖാബ ഖൗസൈനി ഔ അദ്നാ, ഖാബ ഖൗസൈനിയെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും അടുത്തേക്കെത്തി. അപ്പൊ ഈ ഖാബ ഖൗസൈനി എന്ന് മഹാനവറുകൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഇതിന്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ഇവിടെ ഖുർബ് എന്ന് ഉദ്ദേശിച്ച ആ സാമീപ്യം ഏതിനെ സൂചിപ്പിച്ചിരിക്കുന്നു, അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് അള്ളാഹുവിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോവുകയും അവസാനം അള്ളാഹുവിന്റെ ആ മഹത്തായ ആ സാമീപ്യം കരസ്ഥമാക്കിയ ഖാബ ഖൗസൈനിയെ പോലെ അടുത്ത ആ രംഗത്തിനെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോ ഇബാദത്തുകളെ കൊണ്ടും അതേപോലെ തന്നെ നേരിട്ട് പ്രയാണം ചെയ്യിപ്പിച്ച അല്ലാഹുവിന്റെ റസൂലിനെ പ്രത്യേകമായ വാഹനത്തിൽ കൊണ്ടുപോകപ്പെട്ട് അവിടെ അള്ളാഹുവിന്റെ ആ സാമീപ്യം ആർക്കും ചെന്നെത്തിച്ചേരാൻ പറ്റാത്ത ഒരു ദറജയിലേക്ക്, ഒരു മക്കാമിലേക്ക്, ഖാബ ഖൗസൈനിയുടെ മക്കാമ് എന്നാണ് മഹാന്മാർ ഇതിനെ പറയാറ്. ഖാബ ഖൗസൈനിയുടെ ആ മക്കാമിലേക്ക്, അത്തരം വലിയൊരു ഖുർബിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ എത്തിച്ചേർന്നു. അത് വലിയൊരു വിരുന്ന് സൽക്കാരമാണ്, അല്ലെ? ഒരു മനുഷ്യന്, ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു വിരുന്നാണ്, ആത്മീയമായ ഒരു വിരുന്ന്. അതിനേക്കാൾ കൊതിയുള്ള, അതിനേക്കാൾ ലദ്ദത്തുള്ള, അതിനേക്കാൾ രസമുള്ള ഒരു വിരുന്ന്, ഒരു അതിഥി സൽക്കാരം ഒരു മനുഷ്യന് വേറെ ലഭിക്കാനില്ല. എന്നാൽ ഒരു സൃഷ്ടികൾക്കും ലഭിച്ചിട്ടുമില്ല, അതിന് ലഭിക്കുകയുമില്ല. ഇവിടെ ഖാബ ഖൗസൈനി എന്നുള്ള വാക്കിന്റെ വ്യാഖ്യാനത്തിൽ അല്പം ദീർഘമായി മഹാന്മാര് ഉദ്ധരിച്ചിട്ടുണ്ട്. അറബികൾക്കിടയിൽ ഖാബ ഖൗസൈനി പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കായത് കൊണ്ടായിരിക്കാം അവരിലേക്കാണ് ഖുർആൻ ഇറക്കപ്പെടുന്ന സമയത്ത് അങ്ങനെ അള്ളാഹു അവിടെ ഉപയോഗിച്ചത്. സാധാരണ ഒരു ഉസ്താദും ഒരു തിൽമീദും, ഒരു ഗുരുവും ഒരു ശിഷ്യനും
ഇൽമു പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കണം? യംബഗി അൻ യകൂന ബൈനൽ ഉസ്താദി വത്തിൽമീദി മിനൽ ബുഅദി ഫിൽ മജ്ലിസി ഖദറ ഖൗസൈനി. ഒരു വില്ലിന്റെ അമ്പയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വില്ലിന്റെ രണ്ട് അറ്റങ്ങൾ, ആ രണ്ടറ്റങ്ങൾ തമ്മിൽ എത്ര ഖദർ ബുഅദുണ്ടോ, ദൂരമുണ്ടോ, അകൽച്ചയുണ്ടോ, അത്രത്തോളമേ ഒരു തിൽമീദും ഒരു ഉസ്താദും അടുത്തിരിക്കാൻ പാടുള്ളൂ. അതിനേക്കാൾ അടുത്തിരിക്കാൻ പാടില്ല. കാരണം അത് രണ്ടിനും ഫലം ചെയ്യുന്നു. ഒന്ന് അദബ് അവിടെ കിട്ടും. ഉസ്താദും തിൽമീദും തമ്മിലിരിക്കുന്ന ആ ദൂരം ആ അറബികളൊക്കെ അളന്നിരുന്നത് അങ്ങനെയായിരുന്നു. മറ്റൊന്ന് കമാലുൽ ഖുർബാൻ, അത്രത്തോളം അടുത്ത, അത്രത്തോളം ഉസ്താദിന് പ്രിയപ്പെട്ട ഒരു ശിഷ്യനുമാണ് എന്ന് അവിടെ എത്തും. അപ്പൊ ഒന്ന് അതിൽ അദബും കാണും, മര്യാദയും കാണും, അദബും കുരുത്തവും കാണും. മാത്രമല്ല കമാലുൽ ഖുർബിനെയും അതെന്താക്കും? അറിയിക്കും. ഇത് ഉസ്താദുമായിട്ട് ഒരുപാട് അകൽച്ചയുള്ള ഒരു ശിഷ്യനല്ല, പിന്നെ ഉസ്താദുമായിട്ട് അടുത്തടുത്ത് ഉസ്താദിന് പ്രിയപ്പെട്ട ഒരു ശിഷ്യനാണ് എന്നും അതിൽ നിന്ന് അറിയിക്കും. എന്നാലോ അദബും കുരുത്തവുമുള്ള ഒരു ശിഷ്യനാണ് എന്നും അറിയിക്കും. കാരണം ഖാബ ഖൗസൈനിയുടെ ഇത്ര അകൽച്ചയിലാണ് അവരിയ്ക്കുന്നത് എന്നിങ്ങനെ വ്യാഖ്യാനിച്ച ആളുകളുണ്ട്. ഖാബ ഖൗസൈനി എന്നത് ഇവിടെ ബൈത്തിൽ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ എന്തുണ്ട് അറബികൾക്കിടയിൽ പ്രയോഗമുണ്ട്. മാത്രമല്ല മിൻ ആദത്തിൽ ഖുർബി മിൻ ആദത്തിൽ അറബി ഇദാ അറാദ റജുലാനി അസ്സുൽഹ്. രണ്ട് മനുഷ്യർ തമ്മിൽ മസ്ലഹത്തിനെ ഉദ്ദേശിച്ചാൽ, അവർ തമ്മിൽ തെറ്റിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ രണ്ട് കൂട്ടരും എന്തായി മസ്ലഹത്തിനെ ഉദ്ദേശിച്ചാൽ ഒരു സദസ്സിലേക്ക് അവർ രണ്ടാളെയും കൊണ്ടുവരപ്പെടുകയും എന്നിട്ടോ അവര് തമ്മിൽ ഇരുന്ന ശേഷം ഖറജ ബിഖൗസിഹി ഖൗസിഹിമാ ഫഅൽസഖ കുല്ലു വാഹിദ് മിൻഹുമാ തറഫ ഖൗസിഹി ബിതറഫി ഖൗസിൻ അൽ-ആഖർ. അപ്പോൾ ഒരു ഖൗസിനെ കൊണ്ടുവരപ്പെടും. എന്നിട്ടോ ആ ഖൗസിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ എത്ര അകൽച്ചയുണ്ടോ അത്ര അകൽച്ചയിൽ അവരെ തമ്മിൽ ഇരുത്തിയിട്ട് അവിടെ നിന്നാണ് എന്താക്കൽ മസ്ലഹത്താക്കൽ. അപ്പൊ അതെന്ത് മനസ്സിലായി? അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അവരിപ്പോ എന്തായി? കമാലുൽ ഖുർബിലേക്ക് എത്തി. അവരിനി നല്ല മാനസികമായ ചർച്ചയിലേക്ക് അവരെത്തിയിരിക്കുന്നു, പൊരുത്തത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ജനമധ്യത്തിൽ അത് തെളിയിക്കാൻ വേണ്ടി അവരങ്ങനെ ഇരുത്തിയിട്ടായിരുന്നു എന്താക്കിയിരുന്നത്? മസ്ലഹത്ത് ചർച്ചകളൊക്കെ നടത്തി അവിടെ പാസ്സാക്കിയിരുന്നെന്ന്. അപ്പൊ നമുക്ക് ചുരുങ്ങിയ രീതിയിൽ മനസ്സിലായി അള്ളാഹിന്റെ റസൂൽ ആസ്വദിച്ചുകൊണ്ടിരുന്ന, അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേകമായ രണ്ട് വിരുന്ന് സൽക്കാരങ്ങൾ. ഒന്ന് ഇബാദത്തുകളെ കൊണ്ട് ധാരാളം ഒരു മനുഷ്യൽ പെട്ട് സയ്യിദുൽ ആബിദീനാണ് റസൂലുള്ളാഹി അല്ലേ. ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഇബാദത്തെടുത്ത് അള്ളാഹുവിലേക്ക് അടുത്ത ഒരു മഹൽ വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കി അത് ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. മറ്റൊന്ന് നേരിട്ട് തന്നെ അള്ളാഹുവിലേക്ക് കൊണ്ടുപോകപ്പെടുകയും ഒരു മനുഷ്യർക്കും ഒരു സൃഷ്ടികൾക്കും ഒരു മലക്കിനോ ഒരു ജിന്നിനോ ഒരു സൃഷ്ടികൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത, ആസ്വദിക്കാൻ പറ്റാത്ത ആ കമാലുൽ ഖുർബിന്റെ മഖാമിലേക്ക്, ഖാബ ഖൗസൈനിയുടെ മഖാമിലേക്ക് 7 ആകാശങ്ങളും സിദ്റത്തുൽ മുൻതഹയും കടന്ന് അവിടെ എത്തിച്ചേരാനുള്ള ഭാഗ്യം ലഭിച്ചു. അതും വലിയൊരു ആസ്വാദനമാണ്. അടുത്ത വാക്ക് ഖറ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഖറഅ ഓതി എന്നുള്ള വാക്കാണ്. ഇവിടെ ബൈത്തിന്റെ കുറവക്ക് വേണ്ടി ഖറഅ എന്നുള്ള അവസാനത്തെ ഹംസനെ എന്താക്കി? അലിഫായിട്ട് മറിച്ചതാണ്. ഖറഅ ഓതി. എന്തിനോതി? ഖാഫ് വൽ ഖുർആൻ, ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്നുള്ള സൂറത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുകയും ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞ ഖാഫിൻ എന്നുള്ളതിലേക്ക് അത്ഫായിട്ട് അതിലേക്ക് ചേർത്തിയിട്ടാണ്. അപ്പൊ നിമിത്തങ്ങൾ ഇങ്ങനെ തുടരെ ആസ്വദിക്കുകയും ചെയ്തു. മാത്രമല്ല ഉമ്മത്തിന് വേണ്ടി എന്ത് ചെയ്തു? ആ ഒരു വലിയൊരു മഖാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരാജിക്കുന്ന സമയത്തും, ഇപ്പൊ ചില ഔലിയാക്കളൊക്കെ നമുക്കറിയാം, അവർ വിലായത്തിന്റെ വലിയ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ എല്ലാവരെയും മറന്നു. പിന്നെ അവർ അള്ളാഹുവിൽ ലയിച്ച് സൃഷ്ടികളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം വലിയ മഖാമിലേക്ക് ഏതൊരു വലിയനോ കുത്തുബിനോ ഗൗസിനോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ആളുകൾക്കോ എത്തിപ്പെടാൻ പറ്റാത്ത വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ആ ദൗത്യം മറന്നില്ല. അത് മറ്റൊരു ഭാഗം, മറ്റൊരു ജാന്യമാണ്. അതാണ് നബി തങ്ങൾക്ക് ഉള്ള ഒരു പ്രത്യേകത തന്നെ.
കാരണം രണ്ട് ജാനിബിലും രണ്ട് രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, ഒന്ന് ജനങ്ങൾക്കുള്ള സേവനം, ഉമ്മത്തിനുള്ള മാർഗദർശനം, ഹിദായത്തിലേക്കുള്ള ദഅവത്ത്, അങ്ങനെ മനുഷ്യരുമായിട്ട് റസൂലുള്ളാഹി ഇടപഴകി ജീവിക്കുന്നു. അതേ സമയത്ത് തന്നെ ആത്മീയമായ ലോകത്ത് നബി തങ്ങൾ വിരാജിക്കുന്നു, ആസ്വദിക്കുന്നു. അതാണ് ഇവിടെ രണ്ടാമത്തെ ഭാഗം. ഖറാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുക്കുകയും ചെയ്തു. തല എന്നുള്ള അർത്ഥമാണ്. ഏതിനോതി? ഖാഫ് വൽ ഖുർആനി ഖൗലൻ ഖായിദൽ അസ്ഖാലി ഖാൽ. ഖാഫ് വൽ ഖുർആൻ നമ്മൾ സാധാരണ ഓതുന്ന ഒരു സൂറത്താണ്. ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്നുള്ള ആ സൂറത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുകയും ചെയ്തു. ഇവിടെ മഹാന്മാരൊക്കെ ഇതിന്റെ വ്യാഖ്യാതാക്കൾ പലരും പറഞ്ഞിട്ടുള്ളത്, ഇവിടെ പ്രത്യേകമായ സൂറത്ത് എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് ഓതിക്കൊടുക്കുകയും ചെയ്തു എന്നാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ ഒരു നബിയായിട്ട് ഇവിടെ അയച്ചത് തന്നെ അള്ളാഹു പറയുന്നുണ്ട്, യത്ലൂ അലൈഹിം ആയാത്ത്, അവർക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ഓതിക്കൊടുക്കുന്ന രീതിയിൽ ഓതിക്കൊടുക്കുന്നവരായ ഒരു റസൂലിനെ എന്താക്കുന്നുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. അപ്പോ ആയാത്തുകൾ, അള്ളാഹുവിന്റെ ആയാത്തുകളും ദൃഷ്ടാന്തങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ജനങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കി ഓതിക്കൊടുത്തു. അപ്പൊ അവിടെ ഖുർആൻ മുഴുവനുമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ പ്രത്യേകമായ സൂറത്ത് മാത്രം ഓതിക്കൊടുത്തു എന്നല്ല. പിന്നെ എങ്ങനെ പറഞ്ഞത്, അത് അറബി സാഹിത്യത്തിൽ മജാസ് എന്നുള്ള ഒരു ഇനമുണ്ട്, ഒരു രീതിയുണ്ട്. അതായത് ജുസ്ഇനെ പറഞ്ഞിട്ട് കുല്ലിനെ ഉദ്ദേശിക്കുക. അത് അറബി പഠിച്ച, ദർസിലൊക്കെ ഓതി പഠിച്ച ആളുകൾക്കറിയാം. അതിലുള്ള അല്പഭാഗത്തെ പറഞ്ഞിട്ട് അതിനെ മുഴുവനെയും ഉദ്ദേശിക്കുന്നതിനാണ് എന്ന് പറയുന്നത് മജാസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് ഇതിന്റെ വ്യാഖ്യാതാക്കളിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല, ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്നുള്ള സൂറത്ത് പ്രത്യേകമായി ഇവിടെ എടുത്തു പറയാനുള്ള ചില കാരണങ്ങൾ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രത്യേകതയുള്ള ചില സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്നുള്ളത്. ഏകദേശം ചെറിയൊരു സൂറത്താണെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങൾ എന്താക്കുന്നു, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മൊത്തമായി നമ്മൾ നോക്കിയാൽ ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊണ്ട ചെറിയൊരു സൂറത്താണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില സൂറത്തുകളിൽപ്പെട്ട സൂറത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾ ഒരുപാട് ഒരുമിച്ച് കൂടുന്ന ചില സന്ദർഭങ്ങളിൽ, അഥവാ പെരുന്നാൾ നിസ്കാരത്തിന് നബി തങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോൾ, അതേപോലെ തന്നെ അതിലുള്ള ഖുത്ബയിൽ, പിന്നെ ജുമുഅ നിസ്കാരത്തിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ആ ജുമുഅയിലുള്ള ഖുത്ബയിൽ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോതുമായിരുന്നു? ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്നുള്ള സൂറത്തിനെ ഓതുമായിരുന്നു. അതേപോലെ തന്നെ വെള്ളിയാഴ്ച സുബ്ഹിയുടെ ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാഫ് വൽ ഖുർആൻ എന്നുള്ള സൂറത്ത് ഓതുമായിരുന്നു. ഇങ്ങനെ ഖാഫ് വൽ ഖുർആൻ അൽ മജീദ് എന്നുള്ള ഈ സൂറത്തിനെ കുറിച്ച് വ്യാഖ്യാനിക്കുന്ന സ്ഥലങ്ങളിൽ തഫ്സീറിന്റെ പണ്ഡിതന്മാർ അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബിത്തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂറത്തായിരുന്നു. എന്തുകൊണ്ട് നബിത്തങ്ങൾ ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടുന്ന ധാരാളം ആളുകൾ കേൾക്കും എന്നുള്ള ഉറപ്പുള്ള അത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ ഇത് ഓതാനുള്ള കാരണം പറയുന്നത്, ഈ സൂറത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം, സൃഷ്ടികളെ അള്ളാഹു സൃഷ്ടിച്ച അതിന്റെ തുടക്കം, ബദ്ഉൽ ഖൽഖ്, അതേപോലെ തന്നെ മരണം, മരിച്ച ശേഷമുള്ള പുനർജീവിതം, ബഅസ്, അതേപോലെ തന്നെ മഹ്ശറയിലുള്ള ഒരുമിച്ചുകൂടൽ, ആ ഭയാനകമായ രംഗങ്ങൾ, അതേപോലെ തന്നെ മഹ്ശറയിൽ ഉണ്ടാവുന്ന ഓരോരുത്തരെയും അള്ളാഹു ഹിസാബ് ചെയ്യുന്ന, കണക്കെടുക്കുന്ന ആ ഭയാനകമായ രംഗം, അത് കഴിഞ്ഞ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ വേർതിരിക്കുകയും അങ്ങനെ സ്വർഗത്തിലേക്കുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നതും നരകവാസികൾ നരകത്തിലേക്ക് പോകുന്നതും അവരുടെ ആ ദുനിയാവിൽ അവര് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ആർത്തട്ടഹസിക്കുന്നതും, അങ്ങനെ പ്രതിഫലവും അതേപോലെ തന്നെ ഒരു കൂട്ടർക്ക് ശിക്ഷകളും ഒക്കെ നൽകുന്ന ആ വളരെ ഭയാനകമായ ജനങ്ങളുടെ സൃഷ്ടികളുടെ ആ സൃഷ്ടിപ്പ് മുതൽ അവസാനം സ്വർഗ നരകത്തിലേക്ക് എത്തുന്നവരെയുള്ള വിശാലമായ വിഷയങ്ങൾ ഈ ചെറിയൊരു സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാവർക്കും ഒരു വഅളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കുമായിരുന്നു, ഇത്തരം വിഷയങ്ങൾ ഉൾക്കൊണ്ട സൂറത്തായതുകൊണ്ട് ജനങ്ങൾ ധാരാളം ഒരുമിച്ച് കൂടുന്ന ഇബാദത്തുകളായ പെരുന്നാള്, അതേപോലെ തന്നെ ജുമുഅ നിസ്കാരങ്ങളിൽ
ഈ സൂറത്ത് അതിന്റെ ഖുത്ബയിലും നിസ്കാരത്തിലൊക്കെ ഓതുമായിരുന്നു എന്ന് മഹാന്മാർ പറയുന്നു. അപ്പോൾ ഈ ഖാഫ് വൽ ഖുർആൻ എന്നുള്ളതിന് ഇവിടെ ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി തങ്ങൾ എടുത്തു പറഞ്ഞതിൽ അങ്ങനെയും ചില രഹസ്യങ്ങൾ ഉണ്ടാവാം. ഇനി അടുത്തത് അപ്പൊ ഖാഫ് വൽ ഖുർആനി ഖൗലൻ ഖായിദൽ അസ്ഖാലി ഖാൽ. ഖൗലൻ, ഖൗലിനെ അത് മഫ്ഊലായിട്ടാണ്. അത് ഖാൽ എന്ന അവസാനം പറഞ്ഞിട്ടുണ്ട്. അതാണ് ആദ്യം നമ്മൾ അർത്ഥം വെക്കേണ്ടത്, എന്നാലേ അർത്ഥം ശരിയാകും. ഖാല, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു, പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഉമ്മത്തിന്, സമുദായത്തിന് ആദ്യം പറഞ്ഞു ഖറഅ എന്ന് പറഞ്ഞു, ഓതിക്കൊടുക്കുകയും ചെയ്തു പരിശുദ്ധ ഖുർആനിനെ, അതിന്റെ അർത്ഥങ്ങളെ, അതിൽ ഉൾക്കൊള്ളുന്ന നിർദ്ദേശങ്ങളെ, ഉപദേശങ്ങളെ സമുദായത്തിന് ഓതിക്കൊടുക്കുകയും ചെയ്തു. വഖാല, അവിടെ വാവന കളയപ്പെട്ടു എന്നാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പൊ ഖാല, നിബിത്തങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്തിനെ? ഖൗലൻ, അതിന്റെ മഫ്ഊലായിട്ട് ഖൗലൻ, ഒരു വാക്കിന്. എങ്ങനത്തെ വാക്കാണ്? ഖായിദൽ അസ്ഖാലി. ഖായിദ് എന്ന് പറഞ്ഞാൽ നയിക്കുന്ന, ആ ഖൗലിന്റെ സിഫത്തായിട്ട് അതിനുള്ള വിഷയം. എങ്ങനത്തെ ഖൗലാണ്? ഖായിദൽ അസ്ഖാൽ, ഭാരങ്ങൾ. അസ്ഖാൽ എന്ന് പറഞ്ഞാൽ സിഖല്, ഭാരം, അതിന്റെ ബഹുവചനമാണ് അസ്ഖാൽ, ഭാരങ്ങൾ. അപ്പൊ ഭാരങ്ങളെ നയിക്കുന്നതായ ഖൗല്. ഇവിടെ പല അർത്ഥങ്ങളും ഇവിടെ എന്താക്കി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഭാരങ്ങളെ നയിക്കുന്ന രീതിയിലുള്ള ഖൗലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അത്തരം വാക്കിനെ നബി തങ്ങൾ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ നബി തങ്ങൾ ഉന്നതമായ മഖാമിൽ വിരാജിക്കുന്ന സമയത്തും, അള്ളാഹുമായിട്ടുള്ള ഖുർബിന്റെ ഫനാഇന്റെ മഖാമിൽ വിരാജിക്കുന്ന സമയത്തും സമുദായത്തിന് പരിശുദ്ധ ഖുർആനിന്റെ മൗഇദത്തിനെ ഓതി കൊടുക്കുകയും മാത്രമല്ല ഇവിടെ പറഞ്ഞ ഭാരങ്ങളെ നയിക്കുന്നതായ ചില പ്രത്യേകമായ വാക്കുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ 1, 2, 3 അർത്ഥങ്ങൾ ചുരുങ്ങിയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാം. അൽ അസ്ഖാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഭാരങ്ങൾ. ഒന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യ ജിന്ന് വർഗങ്ങൾ. അത് നമ്മൾ സാധാരണ സഖലൈൻ എന്ന് പറയും. ഈ ഭൂമുഖത്ത് ഭാരമാണ്. അവിടെ എന്തുകൊണ്ട് സഖലൈൻ എന്ന് പറയാനുള്ള കാരണം, അത് മനുഷ്യരും ജിന്നുകളും ധാരാളം തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ട് ഈ ഭൂമിക്ക് തന്നെ അവര് ഭാരമായി. അതുകൊണ്ട് അവർക്ക് സഖലൈൻ എന്ന് പറയും. അപ്പൊ അവരെയാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യഭൂതവർഗത്തിന്, മനുഷ്യ ജിന്ന് വർഗത്തിനെ നയിക്കുന്നതായ ഖൗലിനെ, അത്തരം വാക്കുകൾ, അത്തരം നിർദ്ദേശങ്ങൾ, അത്തരം ഉപദേശങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇനിയോ അസ്ഖാലിന് മറ്റൊരർത്ഥം പറയുന്നത് പരിശുദ്ധ ഖുർആനിനെ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഖൗലൻ ഖായിദൽ അസ്ഖാൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഈ ഖൗൽ ഏതാണ്? പരിശുദ്ധ ഖുർആനാണ്. അസ്ഖാൽ, ഭാരമുള്ളത് എന്ന് പറയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഇറക്കി കൊടുക്കുന്ന സമയത്ത് ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, പരിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞത് ഇന്നാ സനുൽഖി അലൈക, തീർച്ചയായിട്ടും തങ്ങൾക്ക് നാം ഇതാ ഇട്ടുതരും. എന്തിനെ? ഖൗലൻ സഖീല, വളരെ ഭാരമുള്ള ഖൗലിനെ. അപ്പൊ അള്ളാഹുവിന്റെ ആയത്തിനെ, അള്ളാഹുവിന്റെ കലാമിനെ അവിടെ വിശേഷിപ്പിച്ചത് വളരെ ഭാരമുള്ളത്. അത് നിബിത്തങ്ങളെ പോലത്തെ വലിയ വലിയ ആളുകൾക്ക് അത് വഹി ഇറങ്ങുന്ന സമയത്ത് അത് സഹിക്കാൻ പോലും പറ്റുമെന്ന് പറഞ്ഞു. നമുക്കറിയാലോ, പലപ്പോഴും നിബിത്തങ്ങൾ സഞ്ചരിക്കുന്ന ആ ഒട്ടകം പോലും പെട്ടെന്ന് വഹി ഇറങ്ങുന്ന സമയത്ത് അവിടെ ഭാരം കൊണ്ട് നടക്കാൻ കഴിയാതെ നിന്നു പോവുകയും അങ്ങനെ മുട്ടുകുത്തുകയും ചെയ്ത ആ സന്ദർഭങ്ങളൊക്കെ നമുക്കറിയാം. മറ്റൊരു സ്വഹാബി പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കാലിൽ, എന്റെ തുടവയുടെ ഭാഗത്ത് തലവെച്ചുകൊണ്ട് വിശ്രമിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു ആയത്ത് വഹി ഇറങ്ങുന്ന സമയത്ത് നബിത്തങ്ങള് എനിക്ക് വല്ലാത്തൊരു ഭാരം, കനം തോന്നുകയും എന്റെ തുടയല് തന്നെ പൊട്ടി പറഞ്ഞു പോവോ എന്ന് ഞാൻ പേടിക്കുകയും ചെയ്യുന്നു. അത്രത്തോളം ഭാരമുണ്ടായിരുന്നു നബിത്തങ്ങൾക്ക് വഹി ഇറങ്ങുന്ന സമയത്ത്. ഉണ്ടോ? അപ്പോ അത്തരം സഖീലാണ് അള്ളാഹുവിന്റെ ഈ കലാമ് എന്ന് പലപ്പോഴും പല അനുഭവത്തിലും പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ അള്ളാഹു പറഞ്ഞതും അതാണ്, ഇന്നാ സനുൽഖി അലൈക, നബിയെ തങ്ങൾക്ക് നാം വഹി അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഖൗലൻ സഖീല, സഖീലായ ഖൗല്, ഭാരമുള്ള ഖൗല്. അപ്പോ ഖൗലൻ എന്നുള്ളതിനൊക്കെ ഖായിദുൽ അസ്ഖാൽ എന്ന്
ചേർത്തി വായിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ മഹത്തായ കലാമിനെ, വചനത്തെ, ഖുർആനെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് മഹാന്മാർ അവിടെയും പറയുന്നുണ്ട്. ഇനി മൂന്നാമതൊരു വ്യാഖ്യാനത്തിൽ പറയുന്നത് ഖറഅ ഖാഫ് വൽ ഖുർആൻ എന്നുള്ള സ്ഥലത്ത് നമ്മൾ പരിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക്, ഉമ്മത്തിന് ഓതിക്കൊടുക്കുകയും അവരെ സന്മാർഗത്തിലേക്ക് തെളിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ ഉദ്ദേശിക്കുന്ന ഖൗല് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തൗഹീദിന്റെ ആ കലിമത്താണ്. ആ ഒരു സന്മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ മറ്റൊരു ഇലാഹില്ല എന്നുള്ള ഏകദൈവത്തിലേക്കുള്ള, അല്ലാഹുവിലേക്കുള്ള, തൗഹീദിലേക്കുള്ള നയിക്കുന്ന വാക്കുകൾ, ഉപദേശങ്ങൾ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതെങ്ങനെ ഇവിടെ യോജിക്കുന്നത്? അസ്ഖാൽ എന്നുള്ളത് ഭാരമുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ഭാരങ്ങളുള്ളത്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചും ഭാരമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 7 ഭൂമികളിലും 7 ആകാശങ്ങളിലുള്ള മുഴുവൻ കാര്യങ്ങളും മീസാനിന്റെ ഒരു കഫത്തിലും ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ പരിശുദ്ധ ഈ കലിമ മറ്റൊരു തട്ടിലും വച്ചാൽ ആ മുഴുവൻ വസ്തുക്കളെക്കാളും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും കനം തൂങ്ങുന്നത്. അത്രയും ഭാരമുള്ള, പുണ്യമുള്ള, ഫദ്ലുള്ള, ഷറഫുള്ള ഒരു വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എന്ന് ഒരു ഹദീസിൽ കാണാം. അപ്പൊ എത്ര ഭാരം ഉണ്ടാവും അല്ലെ? ആകാശഭൂമികൾ 7 ആകാശങ്ങളും അന്ന സമാവാതി സബ്അ വൽ അർളു സബ്അ, 7 ആകാശങ്ങളും 7 ഭൂമികളിലും മുഴുവനും ഉള്ള കാര്യങ്ങൾ ഒരു തട്ടിലും മറ്റൊരു തട്ടിൽ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും മറ്റുള്ളതിനേക്കാൾ കനം തൂങ്ങുന്നത്. അപ്പൊ അതിന് കനമുണ്ട്, ഒരു ആത്മീയമായ ഒരു കനം നമുക്കതിന് കാണാൻ പറ്റും. അപ്പൊ അതിനാണ് അൽ അസ്ഖാൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഖായിദുൽ അസ്ഖാർ എന്ന ആ ഭാരത്തിലേക്ക്, ആ തൗഹീദിലേക്ക്, ഭാരമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള മഹത്തായ ഏകദൈവ വിശ്വാസത്തിലേക്ക്, ആ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, ജനങ്ങളെ ദഅവത്ത് നടത്തുന്ന ഖൗലിനെ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊടുത്തു. അപ്പൊ ഖുർആൻ ഓതിക്കൊടുക്കുകയും പ്രത്യേകിച്ചെടുത്തു പറഞ്ഞു എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഏകദൈവ വിശ്വാസത്തിലേക്ക്, തൗഹീദിലേക്ക്, അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ആ കാര്യങ്ങളിലേക്ക് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വെറും ശിർക്കിൽ മുങ്ങിക്കുളിച്ചിരുന്ന ആ ജനതയെ, പ്രത്യേകിച്ച് നബി തങ്ങൾ പൂജാതനാവുന്ന ആ കാലഘട്ടത്തിലെ ജനങ്ങളെ തൗഹീദിലേക്ക് എന്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിക്കുകയും ചെയ്തു. അപ്പൊ നബി തങ്ങളുടെ ജീവിതത്തിന്റെ മഹത്തായ ഒരു നിദർശനമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചത്. അള്ളാഹുവിൽ പൂർണ്ണമായി ലയിക്കുകയും എന്നല്ല, ഇബാദത്തുകളെ കൊണ്ട് അള്ളാഹുവിൽ ലയിച്ച് ജീവിക്കുന്ന സമയത്തും അള്ളാഹുവിന്റെ മഅരിഫത്തും അള്ളാഹുവിന്റെ ആ സാമീപ്യവും കരസ്ഥമാക്കി ദുനിയാവിൽ ജീവിക്കുന്ന സമയത്തും എന്നല്ല, ഒരാൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഖാബ ഖൗസൈനിയുടെ അത്രയും അടുത്ത് അള്ളാഹുവിലേക്ക് ചെന്നെത്തി സംസാരിച്ച് പലതും കൈമാറി കൺകുളറൊക്കെ കണ്ട് തിരിച്ചു വരികയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ സമയത്തും മനുഷ്യരാകുന്ന നമുക്ക് മാർഗദർശനം നടത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലുള്ള ഉപദേശ നിർദ്ദേശങ്ങളും സ്വർഗത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും നരകത്തെക്കുറിച്ചുള്ള ഭയപ്പെടുത്തലും അതേപോലെ തന്നെ പ്രത്യേകിച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ മുഴുവൻ, മറ്റുള്ള മതങ്ങളെ മുഴുവൻ ഇതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവും പകലുമില്ലാതെ എന്ത് ചെയ്തു? പ്രവർത്തിക്കുകയും ചെയ്തു. അത്രയും മഹത്വമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് ഈ ബൈത്തിൽ മഹാനായ ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി തങ്ങള്, ചെറിയൊരു ബൈത്താണെങ്കിലും ഒരുപാട് അർത്ഥങ്ങൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ചില അർത്ഥങ്ങൾ മാത്രമാണ്. ഇത് വലിയ വലിയ ഔലിയാക്കളോ സൂഫിയാക്കളോ ഈ ബൈത്ത് പാടി അവര് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഇതല്ലാത്ത പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുവാനും അത് ആസ്വദിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. എല്ലാവരും അള്ളാഹിന്റെ റസൂലിന്റെ മദ്ഹുകളും അതേപോലെ തന്നെ പ്രത്യേകിച്ചും അള്ളാഹിന്റെ ഹബീബിന്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ ചെല്ലുക. അള്ളാഹിന്റെ റസൂലിനെ നമ്മൾ സന്തോഷിപ്പിക്കുക. അള്ളാഹിന്റെ റസൂല് നമ്മളെ കാണുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്വലാത്ത് ചെല്ലുന്ന, നബിയുടെ മദ്ഹ് പാടുന്ന മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്ന ഒരു സമൂഹമായി നബിത്തങ്ങൾ കാണണം. അങ്ങനെ നബിത്തങ്ങൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ആ സ്നേഹം നമുക്ക് നബിത്തങ്ങൾ തിരിച്ചു തരും. പ്രത്യേകിച്ച് നമുക്ക് റസൂലുള്ളാഹിന് ആവശ്യമുള്ള നാളെ മഹ്ശറ അവൻസബയിൽ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ലഭിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഈ പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി ദുആ ചെയ്യുക. പ്രത്യേകിച്ചും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു അപേക്ഷയോടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.